ഇസ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്ക്. നോ മമ്മ, ഐ കാൺട്ട്. ഞാൻ ഓൾറെഡി എന്റെ തീരുമാനം പറഞ്ഞു. ഇനി ഇതിനു വേണ്ടി എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അല്ല, അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഈ പ്രപ്പോസലിനുള്ളത്? എഡ്വിൻ എന്തുകൊണ്ടും നിനക്കും നമ്മുടെ ഫാമിലിക്കും ചേരുന്ന ഒരു പയ്യൻ തന്നെയാണ്. അവൻ നിന്നെ നല്ലതുപോലെ നോക്കുകയും ചെയ്യും. ഓ പ്ലീസ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എന്നെ നോക്കാൻ എനിക്ക് ആരുടെ ആവശ്യമില്ല. ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ഇസ, ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. കുറച്ചു കഴിയുമ്പോൾ നിനക്ക് തന്നെ തോന്നും കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അത് തിരിച്ചറിയുമ്പോഴേക്കും ചിലപ്പോ ഒരുപാട് വൈകിട്ടുണ്ടാവും. അതുകൊണ്ടാ മമ്മയെ പറയുന്നേ, പ്ലീസ് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞാ അതത്ര എളുപ്പമൊന്നല്ല മോളെ. മമ്മ പ്ലീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മമ്മ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കണ്ട. ഇത്രയും കാലം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും മമ്മ ഒറ്റയ്ക്ക് തന്നെയല്ലേ. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഓൾ ബൈ യുവർസെൽഫ്, ദെൻ ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഇസ, ഡോണ്ട് ബി സ്റ്റബോൺ. കാണുന്ന പോലെ അത്ര ഈസി അല്ല മോളെ ലൈഫ്. നിനക്ക് മുമ്പിൽ നിന്റെ ഈ മമ്മ ഒരു വാരിയർ വുമൺ ആയിരിക്കാം, പക്ഷെ ഈ സ്ട്രോങ് വുമണിന് പിന്നിലും എന്റെ ഒരു റിയൽ പേഴ്സണാലിറ്റി ഉണ്ട്. അവിടെ ഞാൻ ഡൗൺ ആയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്, പലതവണ ആരും അറിയാതെ കരഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. യു നോ വാട്ട്, അറ്റ് ദാറ്റ് ടൈം ഐ വാസ് സോ ലോലോ. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒറ്റയടിക്ക് ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ. അന്ന് നീ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ നമ്മ ഉറപ്പായിട്ട് ഈ ജീവിതം അവസാനിപ്പിച്ചേനെ. എന്തോ കർത്താവ് തമ്പുരാൻ എന്നോട് ദയ തോന്നിയിട്ടായിരിക്കണം നിന്നെ എന്റെ ലൈഫിലേക്ക് അയച്ചത്. നീ എന്റെ ഒപ്പമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എനിക്കൊരു തരം ഹോപ്പായിരുന്നു, കൂടെ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഹോപ്പ്. പിന്നീടുള്ള എന്റെ ജീവിതം മുഴുവൻ അത് നിനക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഈ ലൈഫ് വളരെ ഡിഫിക്കൽട്ടീസ് നിറഞ്ഞതാടാ. ഇറ്റ്സ് പെയിൻഫുൾ. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും നിനക്ക് സംഭവിക്കരുത്. അത് കാണാനുള്ള ത്രാണി ഈ മമ്മക്കില്ല. അതുകൊണ്ട് പ്ലീസ് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ പേടി ഇത് തന്നെയാണ് മമ്മ. നാളെ എന്റെ ലൈഫിലും മമ്മക്കുണ്ടായതുപോലെ സംഭവിച്ചാലോ? മമ്മ എനിക്ക് വേണ്ടി കണ്ടെന്ന പാർട്ട്ണർ എന്നെ ഉപേക്ഷിച്ച പോലെ എന്താ ഉറപ്പ്? ലൈക്ക് പപ്പയെ പോലെ നാളെ എനിക്കുണ്ടാകുന്ന കുഞ്ഞിന് എന്റെ അവസ്ഥയാണെങ്കിലോ? സ്വന്തം അച്ഛനെ ഒരു നോക്ക് പോലും കാണാതെ നീറി നീറി ജീവിക്കേണ്ടി വരും. ആ ഒരവസ്ഥയും വളരെ പെയിൻഫുൾ ആണ് മമ്മ. ഇസ, എല്ലാവരും മമ്മ നോ നോ, ഐ കാൻ ഡു ദിസ്. I think this would be a better idea. Hello, isn't this Cochin Air Travels? മോനെ ആദി, എന്താ അമ്മ? എന്താ? അല്ല, ചോറിന്റെ കൂടെ തൊട്ട് നിൽക്കാൻ അച്ചാറായില്ലെന്ന് പറഞ്ഞതാ. നിനക്ക് ആവശ്യത്തിനുള്ളത് എന്നാ? ചമ്മന്തിപ്പൊടി വെച്ചായിരുന്നോ? വെച്ചു. ഇനിയൊന്നുമില്ലല്ലോ വെക്കാൻ? ഇല്ലമ്മ, ഓൾമോസ്റ്റ് പാക്കിങ് കഴിഞ്ഞു. ഇനി എന്റെ കുറച്ച് ഡ്രസ്സും കൂടി ഉള്ളൂ. അത് ട്രാവൽ ബാഗ് വെക്കാം, സീനില്ല. എന്നാ മക്കൾ നേരത്തെ കിടന്നു, നാളെ പോകേണ്ടതല്ലേ?
വെറുതെ ക്ഷീണം വരുത്തി വെക്കണ്ട. ആ അമ്മ. അല്ല, അച്ഛൻ എന്ത് ചെയ്യും? അച്ഛനോ? അച്ഛൻ നേരത്തെ കിടന്നല്ലോ. അതെന്തു പറ്റി? വേറെ എന്ത്, നീ പോകുന്നതിന്റെ വിഷമം. ശരിക്കും? ആടാ, നിന്റെ മുന്നിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നല്ല സങ്കടമുണ്ട് പാവത്തിന്. അങ്ങനെയാണോ? എന്നാ പോയി ചുരുങ്ങിട്ട് വരാം. ചേട്ടാ അവിടെ നിക്കടാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്ന്. പോടാ, പാവം മനുഷ്യൻ. ചുമ്മാ. എന്നാ അമ്മ പോവുക, നീ നേരത്തെ കിടക്കണം കേട്ടോ. യെസ് ബോസ്. കഴിഞ്ഞു, ഇനിയും കിടക്കാം. And once again, ladies and gentlemen, United Flight 1017 to Calgary is closing doors in 1 minute. Ticket and confirmed passengers must be on board at this time at gate B49. Attention on the concourse. റേറ്റ് ഇച്ചിരി കൂടുതലാ. നിനക്കത് കുഴപ്പമില്ലല്ലോ. പെട്ടെന്നൊന്നും പറഞ്ഞോണ്ടാണ് ഇത്ര ഡിഫിക്കൽട്ടീസ് വന്നേ. അത് കുഴപ്പമില്ലടി. എനിക്ക് കുറച്ച് നാളത്തേക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി. ഇത് കുഴപ്പമില്ലെന്നാ ഒന്നേ. എനിക്കൊരു ഓൺലൈൻ സൈറ്റ് വഴി കിട്ടിയത് ഐഡിയിട്ടിരുന്നില്ല. എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. നീ ഒന്ന് നോക്ക്, ടെൻഷനൊന്നും അടിക്കാതെ. ആടി, താങ്ക് യു. ഒന്ന് പോടി. അല്ല, ആന്റി അറിഞ്ഞോ നീ വരുന്ന കാര്യം? ഇല്ല, ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ ഫ്രണ്ടിന്റെ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങി. എടി, അത് പണിയാവത്തില്ലേ? എന്തായാലും മമ്മ ഉടനെ തന്നെ അറിയും ഞാൻ നാട്ടിലില്ലെന്നുള്ള കാര്യം. അപ്പൊ എല്ലാം പറയാന്ന് വെച്ചു. എങ്കിലും നിനക്ക് പറഞ്ഞിട്ട് വന്നാ പോരായിരുന്നോടി? ഞാൻ എന്ത് പറയാനാടി? ഒന്നാമത്തെ കാര്യം, മമ്മ ഇതറിഞ്ഞ് ഞാൻ വിടൂല. പിന്നെ എനിക്ക് മമ്മയെ ഫേസ് ചെയ്യാനും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. അറിയാം, ഈ കാര്യത്തിൽ ഞാൻ സെൽഫിഷ് ആയിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഈ മാറ്റം വളരെ അത്യാവശ്യമാണ്. എന്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലടി. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഐ ഹോപ്പ് സോ. അത് വീട് നീ ചെക്കിൻ ചെയ്ത് കഴിഞ്ഞായിരുന്നോ? ആടി, ഇപ്പോ വെയിറ്റിംഗ് ഏരിയയില. എന്നാ നീ വരുമ്പോ വിളിക്കാട്ടോ, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. അതൊന്നും വേണ്ട, സണ്ണിച്ച ഹോസ്പിറ്റലല്ലേ. നീ പുള്ളിയെ ഒറ്റയ്ക്കാക്കിട്ട് എനിക്ക് വേണ്ടി വരണ്ട. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. നീ ഇത്രയും ചെയ്തില്ലേ, അത് തന്നെ ധാരാളം. എടി, എന്നാലും കുഴപ്പമില്ലടി. അഡ്രസ് എന്റെ ഉണ്ടല്ലോ, ഐ ക്യാൻ മാനേജ്, ഡോണ്ട് വറി. ഓക്കെ, പക്ഷെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ആടി, ബൈ. എന്നാ ഞാൻ പോട്ടെ അമ്മ. പോയിട്ട് വാ. എന്റെ മക്കള് സന്തോഷമായിട്ടിരിക്കണം. എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും വിളിക്കാൻ മറക്കരുത്. പിന്നെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ. ഒറ്റയ്ക്കാണെന്ന് വെച്ച് ഫുഡൊന്നും കഴിക്കാതിരിക്കരുത്. അയ്യേ, ലക്ഷ്മിക്കുട്ടി കാര്യമാണോ? ആ കണ്ണൊക്കെ തുടച്ചേ. ഇതാ പറഞ്ഞ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന്. ഞാൻ കരയൊന്നുമല്ല. ഓ, ഉവ്വ, ഐ വിൽ ഷൂ. പോട്ടെ. ഇതെന്ത് മൗന വൃന്ദത്തില? ഒരു അവധിയെങ്കിലും താമസേ. ഞാൻ പോയിട്ട് ഇനി ഇപ്പോഴൊന്നും വരൂല കേട്ടോ. ഗള്ളൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പോടാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സൂക്ഷിക്കണം. പുതിയ നാടാ. എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനെ വിളിക്കണം കേട്ടോ. നോമിനെല്ലാം ഓർമ്മയുണ്ട്. പിന്നെ നീ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടല്ലേ, അതും സൂക്ഷിക്കണം. അതെന്ത്? അല്ല, പണ്ട് നീ ടൂറിസ്റ്റ് ബസ്സിലെ ലൈറ്റ് കൊള്ളാന്ന് പറഞ്ഞ് അത് ഊരി എടുത്തോണ്ട് വന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതുപോലൊന്നും ഫ്ലൈറ്റിൽ കയറുമ്പോ ചെയ്യില്ലാടാ. പലതും തോന്നും. അബദ്ധത്തിൽ പോലും എന്റെ പൊന്നുമോൻ അതിലുള്ളതൊന്നും ഊരിയെടുക്കരുത്. കേസാവൂടാ. നമ്മുടെ കുടുംബം എഴുതിവിറ്റാ പോലും ആ കേസിന് ഊരി പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പോയേ, അതൊക്കെ പണ്ടല്ലേ. എനിക്കിപ്പോ എല്ലാം അറിയാം. ഓർമ്മയുണ്ടായാ മതി. ഞാൻ പോവാം. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ഒന്ന് ഇമോഷണലായി വരുമായിരുന്നു. തന്ത സമ്മതിക്കൂല. എന്നാ ശരി, ഞാൻ പോവാം. Ladies and gentlemen, for your own safety, please keep all luggage and personal belongings secure inside your cabin.
Final call for boarding. Final call for boarding. For the last remaining passengers in Cebu Pacific Flight 5G41 bound for Sydney. Please board at the aircraft now through gate 51. This is your final call. On board, please. ആ ഇതാണെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ. യെസ്. അത് എന്റെ സീറ്റ് ആയിരുന്നു. ഓ സോറി. ഇറ്റ്സ് ഓക്കെ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എന്റെ സങ്കല്പത്തിലെ ഫ്ലൈറ്റിന് ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോ ഇത് തുറക്കാൻ പറ്റുമോ? ഫസ്റ്റ് ടൈം ആണല്ലേ? അല്ല, ഫ്ലൈറ്റില് ഫസ്റ്റ് ടൈം ആണോന്ന്? ആ അതെ. എങ്ങനെ മനസ്സിലായി? അത് തന്നെ മുഖത്ത് എക്സൈറ്റ്മെന്റ് കണ്ടപ്പോ മനസ്സിലായി. അല്ല ബ്രോ എങ്ങോട്ടാ? ഈ ഫ്ലൈറ്റ് US മാത്രമല്ലേ പോകൂ. സോ ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങോട്ടാണെന്ന്. അതെ അല്ലേ, പെട്ടെന്ന് മറന്നുപോയതാ. അല്ല, തന്റെ പേരെന്താ? എന്റെയോ? ആദിത്. അല്ല, അദ്വൈത് വർമ്മ. ഓ, ഞാൻ ജുവാൻ. ഹലോ ബ്രോ. അല്ല, US എന്താ, ജോബിന് വേണ്ടിയാണോ? ആ അതെ ബ്രോ. ആഹാ, എവിടെയാ ജോബ്? ഒരു IT കമ്പനിയിലാ. അല്ല ബ്രോ എന്താ അങ്ങോട്ടേക്ക്? ജോബിന് വേണ്ടി തന്നെയാണോ? ആ അതെ, എനിക്ക് അവിടെ ബിസിനസ്സാ. ഓ, അപ്പൊ ശരി, ഇതാ എന്റെ കാർഡ്. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഓക്കെ ബ്രോ, താങ്ക് യു. ടാക്സി ഒക്കെ ഇവിടെ തന്നെ അല്ലേ? ചേടാ, ഒന്നും കാണുന്നില്ലല്ലോ. ഹേ ടാക്സി. Where do you want to go, sir? Canal Street? Okay, ma'am. Please get in.
ആഹാ, നല്ല വിചലിമ്പിച്ച പുല്ല് ഫ്ലാറ്റ്, അത് മതി. കൊള്ളാം എന്തായാലും. അല്ല, ഇത് തന്നെ അല്ലയോ സ്ഥലം? ഡ്രൈവർക്ക് തെറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. ബോർഡ് ബീച്ച് സൈഡ് മാനൂർ. തെറ്റിയിട്ടില്ല, ഇതന്നെ. ഇനി ഇതിന് എന്റെ അപ്പാർട്ട്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? അകത്ത് കയറി ആരോടെങ്കിലും ചോദിക്കാം. എക്സ്ക്യൂസ് മീ. അത് പിന്നെ മലയാളം. Actually, I'm new here. Can you please tell me where this apartment is? മലയാളിയാണോ? അതെ, ചേട്ടന് മലയാളിയായിരുന്നോ? അതെ അതെ. ഇപ്പോഴാ ഒന്ന് സമാധാനായ. എന്താ തന്റെ പേര്? അദ്വൈത്. ചേട്ടന്റെയോ? ഞാൻ ജോസഫ് കുരുവിള, ഇവിടുത്തെ മലയാളി അസോസിയേഷൻ സെക്രട്ടറിയാണ്. ജോസഫ് കുരുവിളയോ? അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എന്റെ പേര് ജോസഫ് കുരുവിള, ഇതാണ് എന്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എന്റെ വല്ലിപ്പിച്ചാൻ നിക്കോളസ്, അത് കഴിഞ്ഞ് അപ്പച്ചൻ കുരുവിള, ഇപ്പം ഞാൻ. ദൈവമേ, ഇനി ഇയാളെങ്ങാനും ആണോ അയാള്? ഹലോ. ഹലോ ചേട്ടാ. ഇവിടെ പുതിയതാണ് തോന്നുന്നു അല്ലേ? അതെ ചേട്ടാ. അപ്പാർട്ട്മെന്റ് നമ്പർ ഏതാ? 305. ആഹാ, 305 ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാ. ഓൺലൈൻ വഴിയല്ലേ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തത്? അതെ. പ്രൊസീജിയർ പേപ്പേഴ്സ് എല്ലാം കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, ഇതാക്കി. തന്റെ അപ്പാർട്ട്മെന്റ് 8th ഫ്ലോറിലാണ് കേട്ടോ. 8th ഫ്ലോറോ? താങ്ക് യു ചേട്ടാ. ഹേയ്, അതിനൊക്കെ എന്തിനാണോ താങ്ക്സ്? താൻ ചെല്ല്, അതോ ഞാൻ കൂടെ വരണോ? വേണ്ട, ഞാൻ പൊക്കോളാം. എന്നാ പിന്നെ ശരിടോ, നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ ഇച്ചിരി തിരക്കില്ല, ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ ചേട്ടാ. Hey, stop. ഹായ് മദാമ. ആ വരവ് കണ്ടിട്ട് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. നിർത്തി കൊടുത്തേക്കാം. Thank you so much. ഇതൊക്കെ എന്ത്? നോ മെൻഷൻ. Oh, you're so sweet. പോയിടുന്നു. നമ്പർ? Huh? ഫ്ലോർ നമ്പർ. Oh, it's 8th floor. 8th ഫ്ലോറോ? എന്ന് വെച്ചാ എന്റെ ഫ്ലോറ്? ഓ, സെറ്റ്. ഈശ്വരാ, എന്റെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരിക്കണേ ഇവളും. Bye. പോവാണോ? Bye. Anyway, my name is Adwait. Hey babe, you are here? Honey, I'm here. I missed you so much. I miss you too, love. Come, I have a surprise for you.
ഓ, നാട്ടിൽ ഇത് തന്നെ, ഇവിടെ ഇത് തന്നെ, ഒരു മാറ്റം ഇല്ല. ആ, ഇത് തന്നെ 305. പുതിയ വീടല്ലേ, എന്തായാലും വലത് കാലത്ത് തന്നെ കയറിയേക്കാം. അമ്മേ മഹാമായി കാത്തിരക്ഷിക്കണേ. ഹായ് അയ്യമ്മ, എന്താവണം. എല്ലാം പറഞ്ഞ പോലെ തന്നെ ഒന്ന് പോകുന്നു. ഒരു സ്ഥലം കൂടാതെ എല്ലാം പോയി കണ്ടേക്കാം. എന്തോ വാഷിംഗ് മെഷീൻ ഇല്ലേ? ഓ, നാട്ടിൽ തുണി അടിച്ചായിരുന്ന അമ്മയായിരുന്നു. ഇവിടെ വരുമ്പോ അതാരും ചെയ്യുന്നോർത്ത് വിഷമിച്ചിരിക്കുന്നു. എപ്പോഴാ സമാധാനായ? ഇനി നീയുണ്ടല്ലോ. ഇവിടെ എന്നോട് പറ. ഇങ്ങനൊരു ബാൽക്കണി ഇവിടെ ഉണ്ടായിരുന്നു. അതെന്തായാലും നന്നായി. ഇവിടുത്തെ പച്ചപ്പും ഹരിതാപവും ഊഷ്മളതയും ശരിക്കും കാണാലോ. അപ്പുറത്ത് പെമ്പിളായിരുന്നു ഇല്ലേ? ഈശ്വര, ഇത്രയും നല്ലൊരു ബാൽക്കണി കിട്ടിയത് വെറുതെ പോവോ? നാട്ടിലാണെങ്കിൽ വീടിന്റെ ടെറസിലോട്ടൊന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പുറത്തെ വീട്ടിലൊന്ന്, ഇപ്പുറത്തെ വീട്ടിലൊന്ന്, ഫ്രണ്ടിൽ വുമൺസ് കോളേജ്. ആഹാ, എന്തോരം കണക്ഷൻ. ആ സ്വർഗം വിട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന്. നീ എന്നെ ചതിക്കോ? ഒത്തിരി പേരൊന്നും വേണ്ട, ഒരാളെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പ്ലീസ്. ഇതാരേ ഈ സമയത്ത്? ജോസഫ് ഏട്ടനാണോ? പുള്ളി വൈകിട്ട് വരാനാണല്ലോ പറഞ്ഞേ. എന്റെ അമ്മച്ചി, ഇതേതായിട്ട് ദൈവമേ, നീ ഇത്ര പെട്ടെന്ന് പ്രാർത്ഥന കേട്ടോ. ഒരാളെന്ന് പറഞ്ഞപ്പോ ഇത്ര ലുക്കുള്ളതിന് അമ്മച്ചിയാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നിലൊതുക്കൂലായിരുന്നു. മിനിമം ഒരു 5-6 ഒരുമിച്ചങ്ങ് പറഞ്ഞാല്. സാരയില്ല, ഉള്ളത് കൊണ്ടൊന്നും പോലെ. ഇവിടെ ലഗേജ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ പുതിയ താമസക്കാരല്ലായിരിക്കും. അപ്പാർട്ട്മെന്റ് തിരക്ക് വന്ന പോലുണ്ട്. എന്നാ പിന്നെ ഇവിടെ എന്റെ അയലത്തുകാരിയാക്കി കൂടെ? അയലത്തുകാരിയായാലും നീ മുഖവള്ളി. എന്തായിരുന്നു വീണ്ടും മലയാളം. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഇതിന്റെ ഇങ്ങനെ നോക്കുന്നേ, ഒന്നും മിണ്ടൊന്നും ഇല്ലല്ലോ. ഹലോ, താനാരാ? ഞാനോ? അതേത് പറ. മലയാളം? വീണ്ടും മലയാളം. ഇതെന്താ മലയാളം മാസം? അത് ഞാൻ ഇനി കേരളം വിട്ടില്ലേ? എന്താ? അല്ല, കുട്ടി മലയാളിയായിരുന്നല്ലേ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞാനും മലയാളിയാ. അതിന് അല്ല, അത് പിന്നെ ഇനി തനിക്കെന്താ എന്റെ അപ്പാർട്ട്മെന്റ് കാര്യം? എന്തോന്ന്? എന്താണ് ചെവി കേട്ടൂടെ? തനിക്ക് എന്താ ഇതിനുള്ള കാര്യം? ഇറ്റ്സ് മൈ അപ്പാർട്ട്മെന്റ്. എന്താ പോലെ പ്രാങ്ക് വല്ലതാണോ? ചേട്ടൻ കണ്ടുപിടിച്ചല്ലേ? സാരില്ല, പോട്ടെ. എവിടെ ക്യാമറ എവിടെ ഒപ്പിച്ച് വെച്ചേക്കുന്നത്?
പ്രാങ്കോ? ഞാൻ എന്തൊക്കെയാ പറയുന്നത്? അറിയ മാഡ്? പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു മയത്തിലൊക്കെ വേണ്ടേ? ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ കുറെ കണ്ടിട്ട് കുറെ ചെയ്തിട്ടുള്ളതാ. ഈ അമേരിക്കൻസിന്റെ ഒരു കാര്യം. Look, mister, I'm not pranking you. And this is my apartment. Did you understand? Now please get the hell out of here. നിക്കടി അവിടെ. നീ എങ്ങോട്ടേ തല്ലിക്കറി പോകുന്നേ? ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഇടയക്കൂടെ വല്ല വലിഞ്ഞു കയറാൻ നോക്കുന്നു. അത് ഈ ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെ. നീയാള് കൊള്ളാലോ. എന്ത് വലിഞ്ഞു കയറിയെന്നോ? എന്റെ അപ്പാർട്ട്മെന്റിൽ കയറുന്ന എനിക്ക് എന്തിനാണോ തന്റെ സമ്മതം? നിന്റെ അപ്പാർട്ട്മെന്റോ? നീ കുറെ നേരമായിട്ട് നിന്റെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നു. ഒരു പെങ്കൊച്ചല്ലെന്ന് കരുതി ഞാൻ ഇത്രയും നേരം ഒന്നും പറയാൻ. ഞാൻ ഇതേ കൊച്ചെ, മര്യാദക്ക് ഞാൻ പറയുന്നു കേട്ടോ, ഇത് എന്റെ അപ്പാർട്ട്മെന്റാ. നിനക്ക് എന്റെ അഡ്രസ് തെറ്റിപ്പോയാന്ന് തോന്നുന്നു. എനിക്ക് അഡ്രസ് തെറ്റിട്ടൊന്നുമില്ല. I'm damn sure about what I'm saying. It's my apartment. You heard it? താനാണ് ഇവിടെ ഇപ്പൊ വലിഞ്ഞു കയറി നിൽക്കുന്നത്. ആഹാ, എന്നിട്ട് ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമായിരിക്കും. ഒന്ന് പോടി. മോളി ലുക്ക് വെച്ച് രാവിലെ ആളുകളെ പറ്റിക്കാൻ അറിയപ്പാണോ? കണ്ണാ പറയൂ കേട്ടാ, കയ്യിൽ മുഴുവൻ തട്ടിപ്പോണെന്ന്. തട്ടിപ്പോ? എന്തേ സത്യം പറയാൻ നിനക്ക് പിടിച്ചില്ലേ? മര്യാദക്ക് ഇറങ്ങണം എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന്. പിന്നെ ഇനിയും നീ ഇത് പറഞ്ഞ നീ എന്റെ തനി കോണം കാണും. അവളുടെ അപ്പാർട്ട്മെന്റ് പോലും അല്ലേ? ഇത് ഞാൻ കാശ് മുടക്കി എനിക്ക് വേണ്ടി മേടിച്ച എന്റെ സ്വന്തം അപ്പാർട്ട്മെന്റ് ആണ്. നീയാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. കള്ളി. കള്ളിയോ? ആരാ കള്ളി? വേറെ ആര്? നീ തന്നെ. കള്ളി നിന്റെ മറ്റോള്. ഞാൻ പോലും ഇതുവരെ നേരിട്ട് കാണാത്ത എന്റെ മറ്റോളെ പറ്റി പറയുന്നു. എടീ, ഇറങ്ങടി എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന്. കയ്യിൽ വിടാ. ഇങ്ങോട്ട് ഇറങ്ങടി. പട്ടി. പട്ടിന്നോ? പട്ടി നിന്റെ കൊച്ചത് എന്താടി നോക്കുന്ന? ഇങ്ങോട്ട് ഇറങ്ങടി. അമ്മാ, നിന്റെ ദേഹത്തോട്ടുണ്ടല്ലോ. തൊട്ടാ നീ എന്ത് ചെയ്യൂടി? നീ ഇങ്ങോട്ട് തൊട്ട് നോക്കടാ, അപ്പ അറിയാം. ഓഹോ, അത്രയ്ക്കായോ? ഇവളെ ഇന്ന് ഞാൻ അല്ല വേണ്ട, ഇവളുടെ നോട്ടത്ര ശരിയല്ല. ഡീ, ഒരു പെങ്കൊച്ചാന്ന് വെച്ച് ഇതിനും വേണ്ടി എന്തെങ്കിലിക്കല്ലേ? പൊന്നുമോള് മര്യാദയ്ക്കോടെ ഇറങ്ങാൻ നോക്ക്. ഞാൻ ഇത് 5 മിനിറ്റ് ഇറങ്ങണം. നീ കുറെ നേരായിട്ട് നിഞ്ചിപ്പിടുന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്ന മുതൽ നിന്റെ എന്ത് തെളിവാ ഉള്ളത്? തെളിവോ? യു വാണ്ട് പ്രൂഫ്? ആ പ്രൂഫ് എവിടെ? പ്രൂഫ് വെച്ചില്ലേ? ലുക്ക്. ഇത് ഞാൻ എവിടെയോ പ്രൂഫ് കണ്ടല്ലോ. ഇനിയും ചേട്ടൻ ഇവിടെ നിന്ന് പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങാൻ നോക്ക്. ഞാനിവിടെ ഇറങ്ങാനോ? ഇമ്പോസിബിൾ. താനിവിടെ നിന്ന് ഇറങ്ങുന്നോ അത് ഞാൻ പോലീസിനെ വിളിക്കണം. ആ പോലീസ് വരട്ടടി. അവര് വന്ന കാണിക്കാനേ എന്റെ കയ്യിലുണ്ട് പ്രൂഫ്. എന്ത് കേട്ടിട്ടില്ലേ? പ്രൂഫ്. What rubbish are you talking? നീ അങ്ങനെ ഇംഗ്ലീഷിൽ പേര് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. എന്റെ കയ്യിലുണ്ടടി പ്രൂഫ്. നിക്കേ, ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ എന്റെ ബാഗ് അവിടെ. നോക്കടി, നോക്ക്, കണ്ണ് തുറന്ന് നോക്ക്. ഒറിജിനൽ പ്രൊസീജിയേഴ്സ് പേപ്പേഴ്സ് ബൈ പീച്ച് സൈറ്റ് മാനൂർ. Wait, why do these look the same? Same but different. ഇതാണ് മോളെ ഒറിജിനൽ. അതുകൊണ്ട് മോള് വേഗം സ്ഥലം കൂടെ നോക്കും. Why should I leave? ഞാനെന്തിനു പോണം? ഞാനിത് കാശ് മുടക്കിയത് തന്നെയാ. എന്റെ കയ്യിലുണ്ട് പ്രൂഫ്. ഇതൊക്കെ പറയാൻ താനാണ്. ഇതിന് മാനേജറെ വിളിക്കും. പുള്ളി പറയട്ടെ ആരിവിടെ നിക്കണം പോണോന്നൊക്കെ. ഓഹോ, അത്രയോ? ഒന്ന് ശരി, പുള്ളി തന്നെ പറയട്ടെ. എന്റെ ഇളക്കം പരിപാടി. ഹലോ, ജോസഫേട്ടനല്ലേ?
നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇത് രണ്ട് സെയിം ആണ്. പക്ഷേ പക്ഷേ ഇത് ഒന്നാണെന്ന് തോന്നുമെങ്കിലും ഇത് ഒന്നല്ല. ആ എല്ലാം മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ചേട്ടാ മനസ്സിലായില്ല? ഇതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതായത് അദ്വൈത് വർമ്മയുടെ ബുക്കിംഗ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെയാണ്. പക്ഷേ ഹെലിസ ഫ്രാൻസിസിന്റെ ഡോക്യുമെന്റ്സില് ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ആ എനിക്കത് അപ്പളേ അറിയാം എവള് ടൈപ്പെന്ന്. എന്റെ പൊന്നെണ്ണ, എവള് വന്നപ്പോ തൊട്ട് ഞാൻ പറയുന്ന നിനക്ക് അഡ്രസ് സെറ്റ് ചെയ്ത അഡ്രസ് സെറ്റ് ചെയ്യുന്നു. എവൾ അതൊന്നും കേട്ടില്ല. മിസ്റ്റർ മൈൻഡ് യുവർ വേർഡ്സ്. ആ ഇതന്നെ പ്രശ്നം. എവൾ വാ തുറന്ന ഇംഗ്ലീഷേ പറയൂ. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്ക്. അല്ല ചേട്ടാ, അതെങ്ങനെ ശരിയാവും? മോളെങ്ങനെ ഈ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തേ? അത് ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവളെ എനിക്ക് അപ്പാർട്ട്മെന്റ് എടുത്തെന്ന്. മോളെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാവോ? ഹലോ എടി. ആടെ ഞാൻ പുള്ളിയുടെ കയ്യിൽ കൊടുക്കാം, നീ ഒന്ന് സംസാരിക്കേ. ദാ ചേട്ടാ അവളാ. ഹലോ. അല്ല മോളെങ്ങനെ ഈ അപ്പാർട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയത്? അത് ചേട്ടാ എനിക്കൊരു ഓൺലൈൻ സൈറ്റ് വഴി കിട്ടിയതാ ഈ കോണ്ടാക്ട് നമ്പർ. അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോ പറഞ്ഞു ഒരു റൂം ഒഴിവുണ്ട്, ക്യാഷ് പെട്ടെന്ന് സെറ്റിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ റൂം തരാവുന്ന രീതിയിലാണ് സംസാരിച്ചേ. ഞങ്ങൾ പിന്നോട്ട് ലേറ്റ് ആക്കാൻ നിന്നില്ല, അപ്പൊ തന്നെ ക്യാഷ് പേ ചെയ്തു. ഉടനെ മെയിലും വന്നു. ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് ചെയ്യാന്നാ പറഞ്ഞു. അന്നേരം ആകെ ആ റൂം നമ്പർ മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഓ ഓക്കെ. മോളെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഇതിന് വാട്സ്ആപ്പ് ചെയ്യോ? ആ ഓക്കെ ചേട്ടാ. എന്തായി ചേട്ടാ, എന്തു പറഞ്ഞു? കുറച്ച് പ്രശ്നമാണ്. എന്തായാലും ഞാൻ മോളുടെ ഫ്രണ്ടിനോട് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. എന്താ ചേട്ടാ ഇനി പ്രോബ്ലംസ്? മോളെ, നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തതാ. നിങ്ങൾ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തത് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ് ഒന്നല്ല. ആ അങ്ങനെ വേണ കേട്ടാടി കേട്ടാ, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്നിട്ടിപ്പൊ എന്തായി? നീ പോടാ. പോടാന്നോ? എന്റെ അപ്പാർട്ട്മെന്റ് കയറുന്നത് എന്നോട് പോടാന്നോ? നീ പോടി, ഇറങ്ങിപ്പോടി. വെട്ടിയും മത്തി എടുത്ത് ഇപ്പൊ ഇറങ്ങിക്കോണം. ആദി, നീ കൂടി ഞാൻ തുടങ്ങി ഇങ്ങനാടാ. ഒന്നുപോലെ അവളൊരു പെങ്കൊച്ചല്ലേ? ആര്? എവളാ എവളാ? എനിക്കിതൊരു നല്ല ഡൗട്ടുണ്ട്. ആദി, അവളൊരു പെങ്കൊച്ച, പോരാത്തുന്നൊരു മലയാളി കൂടെ. ഈ സമയത്ത് നമ്മളെ കൂടെ ഇങ്ങനെ ആയ എങ്ങനെയാടാ? ഇനി എന്താ മോളുടെ പ്ലാൻ? എനിക്കറിയില്ല. മോളുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് ഇവിടെ റൂം അറേഞ്ച് ചെയ്യാന്ന് വെച്ചാ അതത്ര എളുപ്പമല്ല. വെക്കേഷനൊക്കെ ആയത് കാരണം റൂംസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ പുറത്ത് നോക്കണം. പക്ഷെ ഒരു പെൺകുട്ടിയല്ലേ, അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് സേഫ്റ്റിയാണ്. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? നമുക്കത് നോക്കാം. ബട്ട് ഇത്തിരി ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോ അതുവരെ ചേട്ടാ എന്താ ഉദ്ദേശിക്കുന്നത്? അതുവരെ നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അല്ല, നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഈ അപ്പാർട്ട്മെന്റിൽ എന്തായാലും 2 റൂം ഉണ്ടല്ലോ. സോ ഈ കുട്ടിക്ക് വേറൊരു സ്ഥലം കിട്ടുന്നത് വരെ. ഇല്ല, പറ്റില്ല. അവളെ ഇവിടെ പൊറപ്പിക്കാനോ? അത് എന്റെ കൂടെ നടന്നത് തന്നെ. ആദി, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇല്ല ചേട്ടാ, ചേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കില്ല. എവളെപ്പോലൊരു അഹങ്കാരം പേർത്തോന്നിന് ഞാൻ എന്റെ കരിയറിലേ കണ്ടിട്ടില്ല. അതുകൊണ്ട് എവളെ ഇവിടെ പൊറപ്പിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആദി, എന്താടാ നീ ഇങ്ങനെ? ഒന്നിലേലും നീ ഒരു മലയാളിയല്ലേ? നീ ഇപ്പൊ ഈ കൊച്ചിനെ ഇറക്കി വിട്ട അതെവിടെ പോവാനാ? പോരാത്തതിന് അറിയാത്ത നാടും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
എന്തേലും പറ്റിപ്പോയാ എന്ത് ചെയ്യും? ഒരു അപ്പാർട്ട്മെന്റ് റെഡിയാവുന്ന വരെയല്ലേടാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. എവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പിന്നെ ചേട്ടൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് മാത്രം. പെണ്ണ രണ്ടാഴ്ച അതിനുള്ളിൽ വേറെ സ്ഥലം തപ്പിക്കോണം. മോളിനി കൂടുതലൊന്നും ആലോചിക്കണ്ട. തൽക്കാലം ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് സേഫ്. നമുക്കൊരു വഴി ആലോചിക്കാന്നേ. അതുവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ. ചേട്ടാ എന്നാ ശരി, നിങ്ങൾ റെസ്റ്റ് എടുക്ക്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി കേട്ടോ. പിന്നെ രണ്ടാളോടും കൂടി പറയാ, ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കരുത്. से कोई अंदर ना आ सके, अंदर से कोई बाहर ना जा सके। सोचो कभी ऐसा हो तो क्या हो, सोचो कभी ऐसा हो तो क्या हो। हम तुम कमरे में बंद हो, चाबी खो जाए। കാലത്ത് തന്നെ നേരം വെളുക്കാണല്ലോ ഈശ്വര. എന്തൊരു തണുപ്പ്. ഓ, മഹാറാണി ഇതുവരെ പള്ളിയിറക്കം കഴിഞ്ഞ് എണീച്ചില്ലേ? നിന്നെ ഞാൻ ഇപ്പൊ താരാട്ട് പാടി ഇറക്കാടി. The Bluetooth device is ready to pair. കുളിച്ചില്ലെങ്കിൽ എന്താ, സ്വല്പം ഭക്തിഗാനമാവാം. കൊല്ലിമല സന്തനമാ പറമ്പുമല മുല്ലപ്പൂവാ ഇത് രസില്ല. ഇനി നെക്സ്റ്റ് ദേവിക്ക് ഇത് സങ്കടമാണ്ട. തേജസ് മാർഗ ഭക്തയഗ്നി ഗുണ സമ്പദ്ധ പോണ വഴി ഇവള് മൂക്കുകുത്തി വീഴട്ടെ. പ്രാന്തം. இந்த கண்களிலிருந்து என்ன புண்ணியம் சொல்லடி நீயாத்தா, உந்த பெருமையை இந்த உலகத்தில் எடுத்து பாடாட்டா, உந்த பெருமையை இந்த உலகத்தில் எடுத்து பாடா. Stop it. ഓ ഗോഡ്, തമ്പുരാട്ടി എഴുന്നേറ്റോ? എന്തടി ഇജ്ജ് നോക്കണത്? കളത്തില് പാടി ബട്ടത്തില് പന്നിരീടി. നീ പോടാ. പോയി. സാരയില്ല, ഇനി സമയമുണ്ടല്ലോ. നിന്നെ ഞാൻ ഇവിടുന്ന് പുകച്ചു പുറത്ത് ചാടിക്കൂടി. നീ തന്നെ എന്നോട് പറയും, അയ്യോ ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഇവിടുന്ന് പൊക്കോളാവെന്ന് പറഞ്ഞ് നീ എന്റെ കാല് പിടിക്കും. അത് കണ്ട് ഞാൻ ചിരിക്കും. ഓ ഒടുക്കത്ത കോര. മോളെ
ഏട്ടനോടൊരു ചായ, കടുപ്പം കുറച്ച് മധുരം കൂട്ടിയെടുത്തു. ഓ, ഇത് മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ. മാതൃഭൂമി ഉണ്ടായിരുന്ന ഭാര്യബല അറിയായിരുന്നു. എവളുടെ കൂടെ ആയതുകൊണ്ട് ശത്രുദോഷോ മാനഹാനിയോ ഒക്കെ കാണും. കണ്ടകശനി വരെ കോളിംഗ് ബെൽ അടിച്ചു വരുന്ന കാലം. എത്ര പെട്ടെന്ന് വന്നു. Yes, coming. ആരാ? ഹായ്, ഐ എം തേൻമൊഴി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം. അതേത് പറ? നോ, തിരുവനന്തപുരം. തിരുവനന്തപുരം. ഹലോ ഹലോ, ഐ ആം അദ്വൈത് വർമ്മ ഫ്രം കുമരകം. ഓ, നീങ്ക வந்து കേരളാവാ? അതെ അതെ, കേരള. அப்படியா? எனக்கு கேரளா பீப்பிள்ஸ்னா ரொம்ப பிடிக்கும். ஏனோ என் ஆத்துக்காரரு வந்து மலையாளி. ആട്ടക്കാരനോ? ഹസ്ബൻഡ്. ഓ, ഹസ്ബൻഡ്. യു നോട്ടി ഗേൾ. சி, போ. ஐயோ கடவுளே, எனக்கு வெக்கமா வருது. ஆமா, நீங்க இங்க புதுசா? അതെ, പുതുസ്. ஐயோ, யார் இந்த பொண்ணு? പെണ്ണോ? എവിടെ? அங்க. ഓ, എങ്ക? ஓ, இங்க அல்லப்பா, அங்க பாரு. ஏய் பொண்ணு, இங்க வா. ഇവരെന്ത് ഇങ്ങനെ നോക്കുന്നത്? யாரிது? உங்களோட வைஃபா? വൈഫോ?